ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുന്നത് മുത്തഖീങ്ങളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. ആ ആശയമുള്ള ആയത്ത് ഞാനങ്ങ് പാരായണം ചെയ്തപ്പോ എന്റെ ഖൽബിൽ വല്ലാത്ത സങ്കടം വന്നുപോയി. ഞാൻ മുത്തഖീങ്ങളിൽ പെട്ടയാളാണോ? എന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ അമല് ചെയ്യുന്നത് വെറുതെയാണോ? പള്ളിയിൽ ഇരുന്ന് ആലോചിച്ച് കരയുകയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഹബീബായ നബിതങ്ങളുടെ മരുമകൻ നാളെ സ്വർഗത്തിലുണ്ടാകുമെന്ന് നബിതങ്ങൾ വാക്കു പറഞ്ഞവർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സകലതും സമർപ്പിച്ച നേതാവ്, അവര് കരയുന്നത് റബ്ബേ ഞാൻ മുത്തഖീങ്ങളിൽ പെട്ടയാളാണോ എന്ന് ആലോചിച്ചിട്ടാണ്, എന്റെ അമലൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കരുതിയിട്ടാണ്. റമദാൻ വിട പറയുമ്പോ നമ്മുടെ കൽബിലുണ്ടാകേണ്ട വിചാരം, ഞാൻ ഒരുപാട് നോമ്പെടുത്തെന്നല്ല, സ്വതക്ക കൊടുത്തെന്നല്ല, തറാവീഹ് നിസ്കരിച്ചു എന്നല്ല, വിത്ർ നിസ്കരിച്ചു എന്നല്ല, തഹജ്ജുദ് നിസ്കരിച്ചു എന്നല്ല, നോമ്പ് തുറപ്പിച്ചു എന്നല്ല, വലിയ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന വിചാരമല്ല. ഞാനീ ചെയ്ത അമലുകളൊക്കെ ഉണ്ടല്ലോ, ഞാനീ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നീ സ്വീകരിക്കുമോ അല്ലാ? റബ്ബേ നിന്റെ സ്വീകാര്യത അതിനുണ്ടാകുമോ? നീ എന്നിൽ നിന്നത് കബൂൽ ചെയ്തിട്ടുണ്ടാകുമോ? നീ എന്നിൽ നിന്നത് പരിഗണിച്ചിട്ടുണ്ടാകുമോ? ഞാനാകുന്ന സൃഷ്ടിയിൽ നിന്ന് വന്ന അമലുകൾ നീ പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എവിടെ നിന്നാണ് പ്രതിഫലം വാങ്ങുക? എന്നെ നീ സ്വീകരിച്ചോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആ ചിന്ത നമ്മുടെ കൽബിലേക്ക് വരണം. ഹൃദയങ്ങളിൽ നമ്മൾ ചോദിക്കണം, ഞാൻ മുത്തഖീങ്ങളിൽ പെട്ടയാളാണോ? എന്റെ ജീവിതത്തിൽ വല്ല മാറ്റവും വന്നോ? റമദാൻ കൊണ്ട് എനിക്ക് വല്ല മാറ്റവും വന്നോ? അല്ലാഹുവിന്റെ കലാമ് ഞാൻ ഓതി തീർത്തിട്ടുണ്ടോ? നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടുണ്ടോ? ഈ റമദാനിന്റെ ഓരോ സെക്കൻഡും എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അതെനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? നമ്മുടെ കൽബിലെ